ഹലോ ഗൈസ്, യാ മർഹബ. പുതിയ സാധനം കിട്ടിയിട്ടുണ്ട് നൂണിന്ന്. ഒരു അടിപൊളി ഐറ്റാണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സാധനം. മിക്കവാറും ഈ ടിക്ടോക്ക് ചെയ്യുന്നവർക്കും യൂട്യൂബിൽ അതേമാതിരി റീൽസൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണിത്. ഇതിൻ്റെ വില കൂടിയ ഐറ്റംസ് നിലവിൽ മാർക്കറ്റിൽ പലതുണ്ടെങ്കിലും ഇങ്ങനെ ചീപ്പ് റേറ്റ് ആയിട്ടൊരു ഐറ്റം വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതാണ് ഐറ്റം. ചൈനയുടെ സ്വന്തം വയർലെസ് മൈക്ക്. ഏതാ കമ്പനി എന്നൊക്കെ ഇത് ചൈന പഠിച്ചാൽ പോകേണ്ടിരും. ഞാനിത് ഏത് ബ്രാൻഡാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. അത്ര ഉടായ്പ കോപ്പി ആയിരിക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് കാണാം. ലൈവ് ഷോ, ഇൻ്റർവ്യൂ, വ്ളോഗ്, ഷോർട്ട് വീഡിയോ ഇതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതിനുള്ള വില തന്നെ ഉള്ളൂ. അതിൽ തന്നെ ചൈനീസിലുള്ളൊരു കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, വയർലെസ് മൈക്ക്. ഇത് ഇവിടെ എവിടെയോ കൊടുക്കലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഷർട്ട് കൊളുത്തി കൊടുക്കുക. മൈക്കിൻ്റെ മേലൊരു അടിപൊളി സ്പോഞ്ച് ഉണ്ട്. ഇതാണ് മൈക്ക് വരുന്നത്. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ വോയിസ് ഡിലേ വരുന്നില്ല. ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും ഡിലേ വരുന്നില്ല. ചെറിയ ഡിലേ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് മൈക്രോഫോൺ നമ്മുടെ ഷർട്ടിൽ കുത്തേണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യേണ്ട റിസീവർ. ഇത് ഐഫോണിൻ്റെ പിന്നാണ്. ഇതിൻ്റെ സി ടൈപ്പ് ഉള്ളതും അവൈലബിൾ ആണ് സാംസങ്ങിൻ്റെ ഫോണിനൊക്കെ. അപ്പോൾ ഇത് ഐഫോണ്, ഐപാഡിനൊക്കെ നേരെ കണക്ട് ചെയ്തിട്ട് കുത്തുന്ന സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ വേറെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഐഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സി ടൈപ്പ് കേബിളിൽ ഇത് നമുക്ക് ചാർജ് ചെയ്യും. അത് ഫോണും ചാർജ് ചെയ്യും. അത് കൂടുതൽ ടൈം നമ്മൾ ലൈവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കുക പരിപാടി. അപ്പോൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കൂടാതെ ഇതിലൊരു ബോക്സും കൂടി ഉണ്ട്. മിക്കവാറും ചാർജറായിരിക്കും, കേബിളാണ്. യെസ്, അത് ഒരു സി ടൈപ്പ് ഡാറ്റ കേബിളുണ്ട്, ചാർജറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഏകദേശം 75 ദിർഹംസിൻ്റെ അടുത്താണ് നൂണിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. സാധാരണ റോഡിൻ്റെ ബോയിൻ്റെയൊക്കെ അങ്ങനത്തെ വയർലെസ് മൈക്രോഫോണുകളുണ്ട്, ഇതേ സെയിം ഉപയോഗമുള്ള ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കാണാം. അതൊക്കെ ഇവിടെ തന്നെ ഏകദേശം 600 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 75 ദിർഹംസ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഇതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട്, സ്റ്റാൻഡ് ബൈ സമയം എത്രത്തോളം ബാറ്ററി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇത് ചാർജ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ബാറ്ററിയാണ്. മറ്റേ റിസീവർ യൂണിറ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഫോണിന് കണക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് പവർ വരും. അപ്പോൾ ഇത് കുറച്ച് നേരം ചാർജിലിടണം. ഫസ്റ്റ് യൂസിന് മുന്നേ ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഞാൻ യൂസർ മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല വൃത്തിക്ക് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളെ പറ്റിച്ച് കാണാൻ എന്താണോ അറിയില്ല, ഒരു സ്റ്റോറേജ് ബാഗ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റോറേജ് ബാഗൊന്നും കിട്ടിയില്ല. ആകെ ക്യാബിലിട്ടൊരു പറ്റിയുള്ളൂ. എനിവേ ഞാനൊന്ന് ചാർജിലിടട്ടെ, ഇത് നോക്കാം. അപ്പോൾ ഈ സാധനം ചാർജ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂറായപ്പോൾ തന്നെ ഫുൾ ചാർജായി. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കണം.
ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. പെയറായിട്ടുണ്ട്. ഹലോ 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 സംഭവം വർക്കാണ്ട് കേട്ടോ. ഒരു അഡീഷണൽ ഇങ്ങനെ ഒരു സാധനം ബാക്കിൽ ഇങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. അതിൽ തന്നെ എങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെ മൊബൈലിൽ നമ്മൾ പെയർ ചെയ്ത് നോക്കി, സംഭവം സക്സസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഐഫോണിൻ്റെ ഒറിജിനൽ മൈക്കിൽ നിന്നാണ്. അപ്പോൾ ഈ സൗണ്ടിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഒറിജിനൽ മൈക്കും ഇനി നമ്മുടെ പുതിയ വയർലെസ് ഡിവൈസ് കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മൈക്കിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സറൗണ്ടിങ്സിലുള്ള അനാവശ്യമായ സൗണ്ടുകളൊന്നും ഇതിൽ പിടിക്കില്ല. നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഫോണുമാലാണ് ഇപ്പോൾ നമ്മൾ റിസീവർ ഉള്ളത്. ഇത് വയർലെസ് ഡിവൈസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പുമ്പോൾ നമ്മൾ ഷർട്ടുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ പോക്കറ്റിൽ എവിടെ വെച്ചാൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസൊക്കെ പോയി നോക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 5 മീറ്റർ നടന്നു. ഞാനിപ്പോൾ ഇത് കിച്ചണിലെത്തി. 20 മീറ്ററോളാണ് ഇവരിതിൻ്റെ റേഞ്ച് പറയുന്നത്. ഇപ്പം ഞാൻ വേറെ റൂമിൽ പോയി ഡോറടച്ചു. അപ്പോൾ അത്യാവശ്യം ഏകദേശം 15 മീറ്ററോളം ഞാൻ ഇപ്പോൾ വിട്ടാണ്. ഇത് റെക്കോർഡാണല്ലോ ഇല്ല എന്നുള്ളത് നമ്മൾ വീഡിയോ പ്ലേ ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കേട്ട് നോക്കാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം പൊളിയാണ്. നമ്മൾ സൗണ്ട് കേട്ട് നോക്കി, കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഔട്ട്ഡോർ വീഡിയോസിലൊക്കെ ലൈവ് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ കൂടെ തന്നെ ലൈവായിട്ട് വോയിസ് ഓവർ കൊടുക്കാം. കുഴപ്പമില്ല, ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണ്. റോപ്പോ എന്ന ബ്രാൻഡാണ് ഇത്. സംഭവം പെട്ടി എല്ലാ കമ്പനിക്കും ഉണ്ടാക്കിയിട്ട് ബ്രാൻഡ് ആയിരിക്കാൻ വേണ്ടി നമ്മളെ ബ്രാൻഡിൽ ഒട്ടിച്ചെല്ലുമുണ്ട്. ചൈനക്കാരെ സമ്മതിക്കണം കേട്ടോ. ഏതായാലും ഈ റേറ്റിന് ഇമ്മാരി ഐറ്റംസ് കിട്ടാറില്ല. സാധാരണ പറഞ്ഞല്ലോ 650 ദിർഹംസൊക്കെയാണ് ആവറേജ് വരല്. പിന്നെ ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇതിപ്പോൾ 75 ദിർഹംസിന് ഇതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നോക്കട്ടെ.